തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ ശ്രീ വി രാജേഷൊപ്പം ചേരുന്നു. രാജേഷ്, എന്താണ് പുതിയ മേയറായിട്ട് സ്ഥാനമൊരുക്കുകയാണ്? എന്തൊക്കെയാണ് മനസ്സിലുള്ള പദ്ധതികൾ? നിരവധി പദ്ധതികൾ ഉണ്ട്. അത് ചില കാര്യങ്ങൾ ഷോർട്ട് ടേം പ്ലാനുകളാണ്. അതായത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇന്ന് അടിയന്തരമായി ഇടപെടേണ്ടത്, ഒരാഴ്ച കഴിഞ്ഞ് ഇടപെടേണ്ടത്, ഒരു മാസത്തിനകം ചെയ്തു തീർക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ലോങ് ടേം പ്രോജക്റ്റുകളാണ്. അത് BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയുമായി ഒക്കെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് നമ്മുടെ നഗരത്തിൻ്റെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനുള്ള ലോങ് ടേം പ്രോജക്റ്റുകൾ. അപ്പോൾ ആ രീതിയിൽ രണ്ട് തരത്തിലാണ് കാണുന്നത്. എന്ന് പറയുമ്പോൾ ഇന്നലെ തന്നെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. വൃദ്ധരായ ആളുകൾക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായം, അതിനൊരു 50 കോടിയിലധികം രൂപയും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ആ പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, 50 കോടിയല്ല, 50 ലക്ഷമാണ് ഇന്നലെ അലോട്ട് ചെയ്തത്. പക്ഷേ അത് കോടികളിലേക്ക് എത്തും. നമ്മൾ 65 വയസ്സിൽ പ്രായമായ, അതിന് മുകളിൽ പ്രായമായ ആൾക്കാർക്ക് അവരുടെ ചികിത്സയ്ക്കായി വാർഡുകളിൽ ഇപ്പോൾ എന്താ പറയുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു വാർഡിൽ 1 ലക്ഷം രൂപ വെച്ച് ഇപ്പോൾ നമ്മൾ 55 വാർഡിൽ നമ്മൾ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വയോമിത്രം പദ്ധതി, അതിലൊരു ഗഡുവായി 50 ലക്ഷം രൂപയാണ് ഇന്നലെ അനുവദിച്ചത്. ഇനി മറ്റുള്ള വാർഡുകളിലേക്ക് അത് വ്യാപിപ്പിക്കും. ആദ്യം ആയി ഒപ്പിട്ടത് ജനങ്ങളുടെ, സാധാരണ മനുഷ്യരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള കോർപ്പറേഷൻ്റെ ഒരു പദ്ധതിയാണ് ഇന്നലെ ആദ്യമായി മേയറായതിനു ശേഷം ഒപ്പിട്ട ഫയൽ. അങ്ങനെ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഒരു കോർപ്പറേഷന് ഏതൊക്കെ തരത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനെ ഗുണകരമാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഞങ്ങൾ പ്രഥമ പരിഗണന കൊടുക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ കൗൺസിലിൻ്റെ സമയത്തുണ്ടായിരുന്ന കുറേ ആരോപണങ്ങളുണ്ട്. നിങ്ങൾ തന്നെ സമരം ചെയ്തതുമായി ബന്ധപ്പെട്ട കുറേ ആരോപണങ്ങളുണ്ട്. അതെന്താണ്? ആ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാവും? ആ ആരോപണങ്ങളിൽ കോർപ്പറേഷൻ്റെയും ജനങ്ങളുടെയും നികുതിപ്പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്നും നമ്മുടെ പണത്തിൽ നിന്നും ആരെങ്കിലും ആ പണം മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പണം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ നികുതി വെട്ടിപ്പ്, അതൊരു പ്രധാന പ്രശ്നമാണല്ലോ. കാലാകാലങ്ങളായി അത്തരത്തിൽ കൃത്യമായി നികുതി അടയ്ക്കാത്ത കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഒരു കോംപ്രമൈസും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതായത് ഞാൻ ഇന്നലെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞു, ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച്, പ്രതിപക്ഷത്തിരുന്നപ്പോൾ മനസ്സിലാക്കിയതനുസരിച്ച് കോടിക്കണക്കിന് രൂപ തിരുവനന്തപുരം കോർപ്പറേഷന് നികുതി ഇനത്തിൽ പിരിഞ്ഞു കിട്ടുവാനുണ്ട്. പലരും ബോധപൂർവ്വം അടയ്ക്കാത്തവരുണ്ട്, ചിലർ നിവൃത്തിയോടുകൊണ്ട് അടയ്ക്കാത്തവരുണ്ട്, ചിലത് കേസിലാണ്, ചിലത് മനഃപൂർവ്വം കേസ് കൊടുത്ത് വൈകിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു 5-6 കാറ്റഗറിയിലായിട്ടാണ് ഈ പണം കിടക്കുന്നത്. ഇത് കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് ആ നികുതി യഥാസമയം അടയ്ക്കുവാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കും. ബോധപൂർവം കേസുകൾ വീഴ്ച വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ കേസുകൾ കൃത്യമായിട്ട് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ നികുതി അടയ്ക്കാത്തവർക്ക് മേൽ, കൃത്യമായ സമയം കൊടുത്തിട്ട് അടയ്ക്കാത്തവർക്ക് മേൽ നിയമപരമായി ഏതു തരത്തിൽ മുന്നോട്ട് പോകാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കും. അതുപോലെ തന്നെ നമ്മുടെ വരുമാനം ചോരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഇപ്പോൾ ഇടപെടുന്നു എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ഓഫീസിൽ സ്റ്റാഫ് ഇല്ലാത്ത സമയം അവിടെ ലൈറ്റോ ഫാൻ ആവശ്യമില്ല. ലൈറ്റ് വേണമെങ്കിൽ തന്നെ മിനിമം മതി. ഇതും സ്വാഭാവികമായി AC, നമ്മൾ പുറത്ത് പോകുമ്പോഴേക്കും AC എന്തിനാ, റൂമിൽ AC എന്തിനാ? അപ്പം ഇത് പറയുമ്പോൾ പെട്ടെന്ന് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ ഇതൊരു ഹ്യൂജ് എമൗണ്ട് വരുമ്പോഴേക്കും അത് ഇപ്പോൾ താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗശൂന്യമായ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ ഒറ്റ ഇടപെടലോടുകൂടി, അല്ലെങ്കിൽ കൺസേൺഡ് അതോറിറ്റി ആരാണ് അവരുടെ ഇടപെടലോടുകൂടി ആ വാഹനങ്ങൾ എന്ത് ചെയ്യാം, വർഷങ്ങളോളം കോർപ്പറേഷൻ്റെ വാഹനങ്ങൾ, ഒരു വാഹനം ഉപയോഗശൂന്യമായി വർഷങ്ങളോളം അവിടെ ഇട്ട് തുരുമ്പെടുത്ത് ആ വാഹനം നാടിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്തിനാണ് ഉണ്ടാകുന്നത്? വേറെ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ചെറിയ ചെറിയ കാര്യങ്ങളിലും വലിയ വലിയ കാര്യങ്ങളിലും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉണ്ടാകണം, അതുണ്ടാകും. അതുപോലെ എന്താണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്? കാരണം നമ്മൾ ചേരി നിർമ്മാർജ്ജനം പൂർത്തിയായി എന്ന് പറയുമ്പോഴും നഗരത്തിൽ തന്നെ ഒരുപാട് ചേരി പ്രദേശങ്ങളുണ്ട്, അവരുടെ പ്രാഥമിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എന്തെങ്കിലും മനസ്സിലൊരു പ്ലാനുണ്ടോ? ഈ ഫ്ലാറ്റ് പോലുള്ള സംസ്കാരമാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ച ചെയ്യേണ്ടതാണ്. അത് കുറച്ച് പെട്ടെന്ന് ഒറ്റവാക്കിൽ ഇന്നലെ 24 മണിക്കൂർ മാത്രമേ ആയുള്ള അധികാരം ചുമതല ഏറ്റിട്ട്, എന്നിട്ട് പെട്ടെന്നൊരു ഡീറ്റെയിൽ ഒരു ഡിസ്കഷൻ നടത്താതെ അതിൻ്റെ ഫൈനൽ പ്ലാൻ പറയാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ട്. പക്ഷേ ഒരു തീരുമാനമാക്കാതെ മാധ്യമങ്ങളോട് പറയുന്നതിന് പരിമിതിയുണ്ട്. എന്തായാലും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അത് ഓരോ സ്ഥലത്തും വ്യത്യസ്ത രീതിയിലാക്കി നമ്മൾ സമീപനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാജാജി നഗർ, തമ്പാനൂർ, അവിടെ സ്വീകരിക്കുന്ന സമീപമായിരിക്കില്ല കാഞ്ഞിരപ്പാറ കോളനിയിൽ, ഇവിടെ എടുക്കുന്ന സമീപനമായിരിക്കില്ല പൂജപ്പുരയിൽ എടുക്കേണ്ടത്. അപ്പോൾ ചില കാര്യങ്ങൾ കോമൺ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും, സ്ട്രേ ഡോഗ്സിൻ്റെ കാര്യത്തിലായാലും, കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യത്തിലായാലും, വെള്ളക്കെട്ടിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഒരു കോമൺ ആയിട്ട് സമീപനം കോർപ്പറേഷൻ ടോട്ടലായിട്ട് എടുക്കാൻ സാധിക്കും. എന്നാൽ ഓരോ വാർഡിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ആ വാർഡിൽ തന്നെ പദ്ധതികൾ ആവിഷ്കരിക്കണം. അപ്പോൾ എന്തായാലും അടിസ്ഥാന ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി പരിചയസമ്പന്നരായ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ തീരുമാനം.
അതുപോലെ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് ഈ സ്ട്രേ ഡോഗ്സിൻ്റെ കാര്യത്തിൽ. അത് കൃത്യമായി നടപ്പില്ല. കാരണം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല, ബസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല. പൊതു ഇടങ്ങളിലൊക്കെ തന്നെ ഈ അലഞ്ഞു തിരിയുന്ന നായ്ക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ ഉപദ്രവകാരികളുമാണ്. അപ്പോൾ അതിനെതിരെ എന്ത് നടപടിയാണ് ഇപ്പോൾ? അല്ല, അത് പൂർത്തി നടപ്പിലാക്കാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. കാരണം കുറേ കാലം കഴിയുമ്പോഴേക്കും പല സ്ഥലങ്ങളിലും ജനങ്ങളെക്കാൾ കൂടുതൽ നായ്ക്കളാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്താണ് ഷെൽട്ടറിൽ അടച്ചുകൊണ്ട് മാത്രമേ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം നിലവിലുള്ള നിയമങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് നമുക്ക് അവയെ വന്ധ്യംകരണം നടത്തി ഷെൽട്ടറിൽ പാർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പുള്ള പോം വഴി. അത് നമുക്ക് ഏതു തരത്തിൽ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കണം. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് ഈ ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെ നമ്മുടെ ജലസ്രോതസ്സുകൾ. അത് മലിനമാണ്. അതിനെ സംരക്ഷിക്കാൻ ആക്കുളം കായൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതിനെ സംരക്ഷിക്കാൻ എന്തെങ്കിലും? BJP സംസ്ഥാന അധ്യക്ഷനുമായി പല റൗണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ ചർച്ച നടത്തി. അപ്പോൾ ഈ നദികളൊക്കെ തന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രോജക്റ്റുകൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ശരി തന്നെ ഞങ്ങൾക്ക് ജനങ്ങൾ ഭരിക്കാൻ അവസരം തന്നു. ആ ഭരണ കാലഘട്ടത്തിൽ നമ്മുടെ പാർവതി പുത്തനാറ്, ആമയിഴഞ്ചാൻ തോട്, കിള്ളിയാറ്, കരമനയാറ് ഇതൊക്കെ തന്നെ ജലം ഒഴുകുന്ന നദികളായി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കിള്ളിയാറും കരമനയാറൊക്കെ പറയുമ്പോഴേക്കും കോർപ്പറേഷൻ പരിധിയിൽ നിന്നല്ല ആരംഭിക്കുന്നത്. അതുകൊണ്ടുള്ള പരിമിതിയുണ്ട്. ഇപ്പോൾ നമുക്ക് കിള്ളിയാറിനെ സംബന്ധിച്ച് പനവൂർ പഞ്ചായത്ത്, അതുപോലെ തന്നെ ആനാട് പഞ്ചായത്ത്, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി, അരുവിക്കര പഞ്ചായത്ത്, ഇത്രയും പ്രദേശങ്ങൾ കടന്നാണ് നമ്മുടെ വഴിയിൽ വന്നിട്ട് നമ്മൾ കോർപ്പറേഷനിലേക്ക് കടക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കുമ്പോൾ അവിടെയൊക്കെ സഹകരണം നമ്മൾ തേടേണ്ടതായിട്ടുണ്ട്. എന്തായാലും അക്കാര്യങ്ങൾക്ക് ഞങ്ങൾ പരിഗണന നൽകും. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. തലസ്ഥാനം എന്ന നിലയ്ക്കും എല്ലാം ഒത്തുചേരുന്നൊരു തലസ്ഥാനമാണ്. അതായത് പോർട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്, അരുവികളുണ്ട്, ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു വ്യത്യസ്തമായ തലത്തിൽ ഒരു നഗരത്തെ ഭംഗിയാക്കുന്ന ഒരു രീതി മനസ്സിലാവും. അങ്ങനെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അതിൽ അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ ഞങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. അങ്ങ് ചോദിച്ച വളരെ റൈറ്റാണ്. അതായത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് റൈസ് ചെയ്ത 4 കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് വിഴിഞ്ഞം, മറ്റൊന്ന് IT സെക്ടർ, വേറൊന്ന് സ്പിരിച്വൽ ടൂറിസം, മറ്റൊന്ന് മെഡിക്കൽ ടൂറിസം. ഇത് 4 അങ്ങ് പറഞ്ഞ ഈ 4 മേഖലയും നന്നായിട്ട് ഫ്ലറിഷ്ഡ് ആയി കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് തീർച്ചയായിട്ടും ജനങ്ങൾക്കും പ്രയോജനം ഉണ്ടാവും, നാടിനും പ്രയോജനം ഉണ്ടാവും. ഒരു ക്ഷേത്ര നഗരിയും കൂടിയാണ്. അപ്പോൾ അതുകൂടി അതാണ് ഞാൻ കുറച്ചുകൂടെ ക്ഷേത്രനഗരിയാണ്. അതിലുപരി ആരാധനാലയങ്ങളുടെ വളരെ വലിയൊരു മുതൽക്കൂട്ട് നമുക്കുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്ത് ഇത്തരത്തിൽ ഒന്നേ ഉള്ളൂ, ആറ്റുകാൽ ലോകത്ത് ഇത്തരത്തിൽ ഒന്നേ ഉള്ളൂ, വെട്ടുകാട് പള്ളിയും ഭീമാപള്ളിയും ഒക്കെ തന്നെ ലോകോത്തര നിലവാരം പുലർത്തുന്ന ആരാധനാലയം. നമുക്ക് ഇതിനെയൊക്കെ തന്നെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി തിരുവനന്തപുരത്തെ മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കുംഭമേളയോട് അങ്ങനെയൊന്നും സാമ്യപ്പെടുത്തുന്നില്ല, പക്ഷേ കുംഭമേളയിൽ വരുന്നതിൻ്റെ ഒരു ചെറിയ പതിപ്പ് നമുക്ക് തിരുവനന്തപുരത്തും തീർത്ഥാടകർ വളരെ ചെറിയൊരു പതിപ്പ് നമുക്ക് നമുക്കങ്ങനെ ആഗ്രഹിക്കാം. അതിൻ്റെ വലിയൊരു ശതമാനം കുറേ ശതമാനം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അതുപോലെ നഗരത്തിലെ ഏറ്റവും വലിയ പ്രശ്നമല്ല, പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ പൈപ്പ് പൊട്ടൽ എന്ന് പറയുന്ന പ്രതിഭാസം. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം പല സ്ഥലങ്ങളിലും വെള്ളം മുടങ്ങുന്നൊരു സ്ഥിരം പ്രതിഭാസമുണ്ട്. അതെങ്ങനെ ഒഴിവാക്കും? അതിന് നിർത്തലാക്കാൻ. കാരണം ഈ പൈപ്പ് ലൈൻ വന്നിട്ട് തന്നെ കുറേ വർഷങ്ങളായതാണ്. അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം, അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പൈപ്പ് പൊട്ടുന്നത് കോർപ്പറേഷൻ്റെ പരിധിയിൽ നിൽക്കുന്ന വിഷയമല്ല. അതെന്താണ് സംഭവിച്ചത്? അവിടെയാണ് ഭരണാധികാരികളുടെ പണത്തോടുള്ള ആർത്തിയും ദീർഘവീക്ഷണയും ഇല്ലായ്മയും വെളിയിലാവുന്നത്. അതായത് പൈപ്പ് ഭൂമിക്കടിയിൽ ഇടുമ്പോഴേക്കും, വെള്ളമൊഴുകേണ്ട പൈപ്പ് ഇടുമ്പോഴേക്കും അതിന് സർക്കാർ ഒരു ക്വാളിറ്റി, എക്സ്പെർട്ടിനെ വെച്ചിട്ട് ക്വാളിറ്റി, മിനിമം ക്വാളിറ്റി നിശ്ചയിക്കും. പലപ്പോഴും ഭൂമിക്കടിയിൽ കുഴിച്ചിടുന്നതായതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ആരും നോക്കാറില്ല, ലോക്കൽ പൈപ്പ് വാങ്ങിയിടും. പ്രഷർ കൂടുമ്പോഴേക്കും ഈ ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പുകൾ പൊട്ടും. കുഴിച്ചിട്ടുകൊണ്ട് പിന്നെ ആരും ശ്രദ്ധിക്കുകയില്ല. പൈപ്പ് പൊട്ടുമ്പോഴേക്കും ഒരിക്കൽ പോലും ക്വാളിറ്റി ഇല്ലാത്ത, നിലവാരമില്ലാത്ത പൈപ്പാണ് കുഴിച്ചിട്ടത് എന്നുള്ളതുകൊണ്ട് ഒരാളിനെയും ശിക്ഷിച്ചതായിട്ട് അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് എന്നോ ചെയ്തു പോയ, ആരോ പണത്തോടുള്ള ആർത്തി കൊണ്ട് ചെയ്തു പോയ ഒരു അപരാധത്തിൻ്റെ പാപഭാരം പേറുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള ജനത. ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് എക്സ്പെർട്ടുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടി വരും. അവിടെയും ഒരു പ്രശ്നമുള്ളത്, സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഈ പൈപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഡക്റ്റ് നിർമ്മിക്കണം എന്നൊരു കണ്ടീഷൻ കേന്ദ്ര ഗവൺമെൻറ് വച്ചത്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പിലാക്കിയ ആ റോഡുകളിൽ കൃത്യമായിട്ട് ഡക്റ്റുകൾ നിർമ്മിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടായിരുന്നു. അമൃത് പദ്ധതിയുടെ ഫണ്ടിന് വല്ലതും ബാക്കി ഇരിപ്പുണ്ടോ? അന്വേഷിക്കണം, അത് നോക്കണം. ഞാൻ കുറേ നവീകരണം നടക്കുക, ഫയലുകൾ പഠിച്ചതിന് ശേഷം കാര്യം പറയാം. ഇനി ഒരു ചെറിയ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ഇതിനിടയ്ക്ക് ഇനി മേയർമാരുടെ മാറ്റമൊന്നും ഉണ്ടാകത്തില്ലല്ലേ? 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട്
പക്ഷേ പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. അക്കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും വിയോജിപ്പുകളുണ്ടായിരുന്നു ഈ മേയറാവുന്ന കാര്യത്തിൽ? അങ്ങനെ അല്ല, എന്നോട് സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചിട്ട് 2 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറയുകയായിരുന്നു, മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി പാർട്ടി ദേശീയ നേതൃത്വമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റുമായിട്ടും അതോടൊപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടും സംസാരിച്ചിട്ട് അക്കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കണം, കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് അവരുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനതനുസരിച്ചു. അല്ലാതെ അല്ല, അങ്ങനെ ശ്രീലേഖ IPS അവർക്ക് അങ്ങനെ നേരെ വാഗ്ദാനം വല്ലതും നൽകിയിരുന്നു? എനിക്ക് അക്കാര്യങ്ങൾ നിങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നവർക്ക് മാത്രമേ അറിയാവുള്ളൂ. എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ എന്തായാലും വലിയ വികസന പ്രവർത്തനങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കണം. നമ്മുടെ ശംഖുമം പോലുള്ള ബീച്ചുകളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പേര് പഠനം നടത്തിയിട്ടുണ്ട്. ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല. അത് കാരണം തിരുവനന്തപുരത്ത് എത്തുന്ന ആളുകളുടെ, വിനോദസഞ്ചാരത്തിലെത്തുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ബീച്ചുകളിലൊന്ന് കോവളമാണ്, ശംഖുമുഖമാണ്. വേളി വരെ കിടക്കുന്ന വിശാലമായ നമുക്ക് തീരവുമുണ്ട്. അതുമായി കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് നഗരസഭയുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്? അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും വേണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഐഡിയകളുണ്ടോ? നല്ല ആശയമാണ്. അത് ഏതു തരത്തിൽ ഭരണപരമായി പ്രാവർത്തികമാക്കാമെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പദ്ധതികൾ വല്ലതും പ്രാവർത്തികമാക്കും. അത് ഞാനെല്ലാം അത് പഠിച്ചതിന് ശേഷം മാത്രം ഏത് തരത്തിൽ അത് ചെയ്യണം എന്നുള്ള നല്ല ആശയമാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പാണ്. ഭരണപരമായി കോർപ്പറേഷന് അതിലെങ്ങനെ നടപ്പിലാക്കാം, എവിടെ നിന്ന് അതിന് പണം കണ്ടെത്തും, അക്കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സ്ഥായിയായി നിലനിർത്താൻ സാധിക്കും. സ്ഥായിയായി നിലനിർത്താൻ സാധിക്കാത്ത ഒരു കാര്യവും പണം മുടക്കി നടപ്പിലാക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നഗരസഭയുടെ കീഴിൽ സ്കൂളുകളുണ്ടല്ലോ, കുറച്ചധികം സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളുടെ നവീകരണം നഗരസഭ മുൻകൈ എടുത്ത് എങ്ങനെയായിരിക്കും അതിൻ്റെ? എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം ചെയ്യും. കാരണം നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരിക്കലും ഒരു ചിലവല്ല, അത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. കുട്ടികളെ വളരെ നല്ല ചിന്താശേഷിയുള്ളവരായിട്ട് വിദ്യാസമ്പന്നരാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് കുതിച്ചുയരും. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ മോഡേണൈസ് ചെയ്യാൻ സാധിക്കുമോ അതിനൊക്കെ എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടാൻ സാധിക്കുമോ അതൊക്കെ കണ്ടു. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലും സംവിധാനം അങ്ങനെ ഉണ്ടാക്കാം? ആഗ്രഹമുണ്ട്. എന്താണ് ചെയ്യാൻ പറ്റുന്നത്? സിവിൽ സർവീസിന് പണമില്ലാത്തതുകൊണ്ട് ട്രെയിനിങ്ങിന് പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട്. തിരുവനന്തപുരത്ത് ഒരുപാട് നമ്മുടെ TP സെൻകുമാർ സാർ ഉൾപ്പെടെയുള്ള IPS IFS ഉദ്യോഗസ്ഥന്മാരൊക്കെ IAS ഉദ്യോഗസ്ഥന്മാർ റിട്ടയർഡ് ആൾക്കാരുണ്ട്. അവർ വോളണ്ടറി ആയിട്ട് കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ കോർപ്പറേഷൻ മുൻകൈ എടുത്ത് ചെയ്യാൻ സാധിക്കും, അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും സാമൂഹിക സാംസ്കാരിക മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയ പ്രതീക്ഷകളാണ് മേയർ നമ്മോടൊപ്പം പങ്കുവച്ചത്. നന്ദി.